ഓർമ്മകൾ തിരികെ വരുമ്പോൾ ഇന്നലെയിലെ മായയുടെ തുടർജീവിതം വർഷങ്ങൾ കടന്നുപോയി. ശരത്തിന്റെ സ്നേഹത്തിൽ മായ സന്തോഷവതിയായ ഭാര്യയും ഒരുപക്ഷെ സ്നേഹമുള്ള അമ്മയുമായി ജീവിക്കുന്നുണ്ടാകാം. ഓർമ്മകൾ നഷ്ടപ്പെട്ടതിന്റെ ആഴം അവളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നിഴലിച്ചിരുന്നില്ല. എന്നാൽ ഒരു നാൾ, ഒരു സാധാരണ നിമിഷത്തിൽ, ഒരു പഴയ പാട്ടിലൂടെയോ ഒരു ഗന്ധത്തിലൂടെയോ അതല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ട ഒരു മുഖത്തിലൂടെയോ മറന്നുപോയ ഓർമ്മകൾ ഒരു കൊടുങ്കാറ്റുപോലെ അവളുടെ മനസ്സിലേക്ക് ആഞ്ഞു വീശുന്നു. ആദ്യമത് ഒരു ഞെട്ടലായിരിക്കും, ഒരുതരം ഭ്രാന്തൻ അവസ്ഥ. താൻ ജീവിച്ച ജീവിതം മുഴുവൻ ഒരു നുണയായിരുന്നോ എന്ന ചിന്ത അവളെ ഉലയ്ക്കും. ശരത്തിന്റെ സ്നേഹം, അവന്റെ സാമീപ്യം, അവന്റെ മക്കളുടെ ചിരി, ഇതെല്ലാം ഒരു നിമിഷം അന്യമായേക്കാം. താൻ ശോഭനമായി ജീവിച്ച ഈ ജീവിതം ആരുടേതാണ്? താൻ സ്നേഹിക്കുന്ന ഈ പുരുഷൻ ആരാണ്? അവളുടെ ഉള്ളിൽ തന്നോട് പോലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ചുഴലിക്കാറ്റ് പോലെ കറങ്ങും. ഓർമ്മകൾ വ്യക്തമാകുമ്പോൾ നരേന്ദ്രൻ എന്ന ഭർത്താവിനെ അവൾക്ക് തിരികെ ലഭിക്കും. താൻ ജീവനതുല്യം സ്നേഹിച്ച, ഒടുവിൽ ഓർമ്മയില്ലാത്തതിനാൽ ഉപേക്ഷിക്കേണ്ടി വന്ന ആ മനുഷ്യൻ. അവന്റെ ഓർമ്മകൾ അവളെ വല്ലാതെ വേദനിപ്പിക്കും. താൻ ഓർക്കാതെ ചെയ്ത ഈ വഞ്ചന അവളെ കുറ്റബോധത്തിലേക്ക് തള്ളിവിടും. അവൾക്കായി തന്റെ സന്തോഷം പോലും ഉപേക്ഷിച്ച് തിരികെ നടന്ന നരേന്ദ്രനെ ഓർത്ത് അവളുടെ ഹൃദയം വിങ്ങും. ആ നിമിഷം തനിക്ക് ഓർമ്മ നഷ്ടമായതിലും വലിയ വേദനയായിരിക്കും അവൾക്ക് അനുഭവപ്പെടുക. പിന്നീട് മായയുടെ മുന്നിൽ രണ്ട് വഴികളുണ്ടായിരിക്കും. ഒന്ന്, തന്റെ പഴയ ജീവിതത്തിലേക്ക് നരേന്ദ്രന്റെ അടുത്തേക്ക് മടങ്ങുക. അതല്ലെങ്കിൽ തന്നെ സ്നേഹിച്ച് പരിപാലിച്ച് ഒരു പുതിയ ലോകം നൽകിയ ശരത്തിനോടൊപ്പം തുടരുക. ഈ തീരുമാനം ഒരുപക്ഷെ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും. ഒരുപക്ഷെ അവൾ നരേന്ദ്രനെ തേടിപ്പോയേക്കാം. അവനെ നേരിൽ കാണുമ്പോൾ വർഷങ്ങൾക്കിപ്പുറവും അവൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞേക്കാം. പക്ഷേ ആ സ്നേഹം സ്വീകരിക്കാൻ അവൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഈ വർഷങ്ങളിൽ ശരത്തുമായി അവൾക്ക് പുതിയൊരു ആത്മബന്ധം രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു കുടുംബമുണ്ട്, കുട്ടികളുണ്ടായിരിക്കാം. നരേന്ദ്രന്റെ ത്യാഗത്തെക്കുറിച്ചറിയുമ്പോൾ അവന്റെ വേദന അവൾക്ക് മനസ്സിലാകും. താനില്ലാതെ അവൻ ജീവിച്ചതോർത്ത് അവൾക്ക് ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടാകും. ഒരുപക്ഷെ അവൾ നരേന്ദ്രനോട് മാപ്പ് പറയും, തന്നെക്കൊണ്ട് അവനുണ്ടായ ദുഃഖത്തിന്. അവസാനം മായ ഒരു തീരുമാനത്തിലെത്തും. അത് അവളുടെ ഹൃദയം ആവശ്യപ്പെടുന്ന ഒന്നായിരിക്കും. ഒരുപക്ഷെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയെങ്കിലും അവൾ ശരത്തിനൊപ്പം തുടരും. കാരണം ശരത്ത് അവൾക്ക് നൽകിയത് ഒരു പുതിയ ജീവിതമാണ്, ഒരു പുനർജന്മമാണ്. നരേന്ദ്രനോടുള്ള സ്നേഹത്തെ അവൾ ഹൃദയത്തിൽ സൂക്ഷിക്കും, ഒരു മനോഹരമായ എന്നാൽ നഷ്ടപ്പെട്ട സ്വപ്നം പോലെ. അവൾ തന്റെ പഴയകാലത്തെ ഒരു നോവായി കൊണ്ടു നടക്കും. പക്ഷേ പുതിയ ജീവിതത്തെ കെട്ടിപ്പടുക്കാനുള്ള ശക്തി അത് നൽകും. മായയുടെ ജീവിതം ഒരുപക്ഷെ സമ്മിശ്ര വികാരങ്ങളുടേതായി മാറും. ഓർമ്മകൾ നൽകിയ പഴയകാലത്തെ വേദനയും പുതിയ ജീവിതത്തിലെ സന്തോഷവും സ്നേഹവും ഒരുപോലെ അവൾക്ക് അനുഭവപ്പെടും. നരേന്ദ്രന്റെ ത്യാഗവും ശരത്തിന്റെ സ്നേഹവും അവളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച രണ്ട് തൂണുകളായി നിലകൊള്ളും. മായ എന്ന വ്യക്തി താൻ ജീവിച്ച രണ്ട് ജീവിതങ്ങളുടെയും ഒരു സാക്ഷ്യമായി കൂടുതൽ കരുത്തുള്ളവളായി മുന്നോട്ടു പോയേക്കാം.